ആണവായുധ പദ്ധതി, ഹോർമുസ് നിയന്ത്രണം, സാമ്പത്തിക ഉപരോധങ്ങൾ, മേഖലയിലെ സ്വാധീനം. ഇതിന്മേൽ എന്ന് അമേരിക്ക കൈയെടുക്കുന്നോ അന്നാണ് സമാധാനം വരുന്നത്. കാരണം അമേരിക്ക ഈ മേൽ പറഞ്ഞ കരാറുകൾ അല്ലെങ്കിൽ ഉപാധികൾ ഇറാൻ വെക്കുമ്പോൾ അതിൽ വലിയ രീതിയിൽ തന്നെ അതിനോട് അംഗീകരിക്കാതെ ആക്രമണം നടത്തുന്ന ശൈലിയാണ് ഇതുവരെ തുടർന്നത്. പക്ഷെ കുറച്ച് നാളുകളിലായി വെടിനിർത്തൽ ചർച്ചകൾ മാത്രമാണ്, ആക്രമണങ്ങൾ ഒന്നും തന്നെയില്ല. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം മാത്രം തുടങ്ങുകയാണ്. പക്ഷെ ഈ ഘട്ടം ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ലോകം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് വരുമെന്നാണ് രാജ്യങ്ങളെല്ലാം പറയുന്നത്. എന്തായാലും പശ്ചിമേഷ്യയും അതിന്റെ വലിയൊരു ഭാഗം ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം, എങ്ങനെയെങ്കിലും ഇതൊരു സമാധാന കരാറിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മേഖലയിൽ ഒരു സമാധാനം കൊണ്ടുവരിക എന്നത് അവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ പശ്ചിമേഷ്യയിൽ നമ്മളുടെ മലയാളികളടക്കം നിരവധി പേർ അവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെയും ആവശ്യം ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരും പ്രാർത്ഥിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അവരുടെ ജോലികൾ അങ്ങനെയുള്ള പല കാരണങ്ങളും ഒക്കെ കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ആകും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു സമാധാനം കൊണ്ടുവരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഉപാധികൾ എന്ന് ശരിവെക്കുന്നുവോ അന്നേ സമാധാനം ഉണ്ടാകൂ എന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ നടക്കുന്ന ഉപരോധം എന്ന് പറയുന്നത് ലോകത്തെ മൊത്തത്തിൽ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇതിനിടയിലാണ് ഇറാൻ റഷ്യയുമായിട്ട് ചേർന്ന് അടുത്ത നീക്കങ്ങൾ ആലോചിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. റഷ്യ ഇറാന്റെ അടുത്ത കൂട്ടാളി ആയതിനാൽ തന്നെ നിലവിലെ പ്രതിസന്ധികൾ റഷ്യയുടെ പങ്ക് നിർണായകമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ഇരു രാജ്യങ്ങളും ആശയവിനിമയം നടത്തുമെന്നാണ് പശ്ചിമേഷ്യയുടെയും അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ വലിയ പ്രതീക്ഷ. എന്തായാലും ഇത് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു നീക്കം ലോകത്തിനും അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യയ്ക്കും ഒക്കെ വലിയ രീതിയിലുള്ള ആശ്വാസമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ നീക്കങ്ങൾക്കിടയിൽ ഈ US ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റഷ്യയുടെ സഹകരണം തേടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. അങ്ങനെ ഒരു പക്ഷേ സാധ്യതയുണ്ടെങ്കിൽ അമേരിക്ക വലിയ പരാജയത്തിലേക്ക് പോയി മുട്ടുമടക്കി അമേരിക്ക ലോക പോലീസ് എന്ന് പറയുന്ന പദവി തന്നെ അമേരിക്കയിൽ നിന്ന് നഷ്ടമാകും. കാരണം ഈ പറയുന്ന റഷ്യക്ക് മുന്നിൽ സഹായം അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ രീതിയിലുള്ള കാര്യമല്ല. എങ്കിൽ തന്നെയും അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും സമാധാന ചർച്ചകളും ആഗോള സുരക്ഷാ വിഷയങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇടയ്ക്കിടെ ഉയർന്നു വരാറുണ്ട്. ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും കടുത്ത മത്സരക്കാരായിരുന്നുവെങ്കിലും ചില പ്രധാന മേഖലകളിൽ സഹകരണങ്ങളൊക്കെ പണ്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇറാൻ യുദ്ധത്തിൽ അത്തരം നീക്കം ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് സഹകരണം നടന്നത് ഏത് വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണവായുധ നിയന്ത്രണത്തിൽ ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി പോലുള്ള കരാറുകൾ ഈ സഹകരണത്തിന്റെ ഉദാഹരണമായിട്ട് കണക്കാക്കാം. അതേസമയം അന്നൊക്കെ ആ കാര്യങ്ങൾ സഹകരണം നടന്നെങ്കിൽ ഇന്ന് കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്ക റഷ്യ ബന്ധം ഏറെ പിരിമുറുക്കത്തിലാണ്. റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംഭവ വികാസങ്ങൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വസ്തതയെ ബാധിച്ചിട്ടുണ്ട്. അത് ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നം ഇരു രാജ്യങ്ങൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല കേട്ടോ, മറ്റു കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള കാര്യം ഇതാണ്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള സഹായ അഭ്യർത്ഥനകൾ കുറവായിരിക്കുമ്പോഴും സമാധാന ചർച്ചകൾക്ക് സംഘർഷ നിയന്ത്രണത്തിനുമായിട്ട് ഇരു രാജ്യങ്ങളും പരോക്ഷമായിട്ട് ആശയവിനിമയം തുടരുന്നുണ്ട്. ഇത് ആഗോള സുരക്ഷയ്ക്ക് നിർണായകമാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ആകെ കൂടി നോക്കുമ്പോൾ അമേരിക്ക റഷ്യയുടെ സഹായം തേടുന്നത് അസാധാരണമാണെങ്കിലും അത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ആഗോള സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഇന്ന് ഈ ഹോർമുസിന്റെ അല്ലെങ്കിൽ ഹോർമുസ് വഴിയുള്ള കപ്പൽ നിയന്ത്രണം തടസ്സപ്പെടുന്നതിൽ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നതിൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്നു. UAE ഒക്കെ രംഗത്തെത്തുന്നു. UAE ഒക്കെ സമ്മർദ്ദത്തിലാക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചേ പറ്റൂ. തന്റെ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു സമാധാനം കൊണ്ടുവന്നില്ല എങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ബോധ്യം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും റഷ്യയുടെ ഒരു സഹായം പിടിച്ചു വാങ്ങാനുള്ള അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കാനുള്ള ഒരു തീരുമാനം ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഉണ്ടായേക്കാം. അമേരിക്ക അങ്ങനെയാണ് തുടരുന്നത് എങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ തോൽവിയായിട്ട് ഇതിനെ കണക്കാക്കാം. എന്തായാലും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ താല്പര്യങ്ങളും തന്ത്രങ്ങളും നിർണായക ഘടകങ്ങളാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഭാവിയിൽ സമാധാന ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും
എങ്ങനെ പ്രവർത്തിക്കുമെന്നത് ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായിട്ട് ഇത് തുടരുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ പോലുള്ള വിഷയങ്ങളിൽ അമേരിക്ക നേരിട്ട് റഷ്യയുടെ സഹായം ചോദിക്കുന്നതിനേക്കാൾ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ റഷ്യയുടെ സ്വാധീനം എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതിലൂടെ സമാധാന ചർച്ചകൾക്ക് പുതിയ വഴി തുറക്കാമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കാരണം ഇത് അത്ര എളുപ്പമാകില്ല. അതാണ് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. എന്തായാലും അമേരിക്ക ഒരുപക്ഷെ റഷ്യയുടെ സഹായം ചോദിക്കുകയാണെങ്കിൽ റഷ്യ തീർച്ചയായിട്ടും അതിലൊരു നിർണായക നീക്കങ്ങൾ നടത്തും. കാരണം എന്ന് പറയുന്നത് റഷ്യ ഇറാനൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടാളിയായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇറാന് അത്ര ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ഇറാൻ എത്രത്തോളം അതിന് നല്ല രീതിയിലാക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് റഷ്യ രംഗത്തിറങ്ങി ഒരു സമാധാന ചർച്ച കൊണ്ടുവരും. ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അമേരിക്ക ഇന്ന് കാണിക്കുന്ന ലോക പോലീസ് പട്ടവും അല്ലെങ്കിൽ ലോകശക്തി എന്ന് പറയുന്ന പട്ടമൊക്കെ താഴെ ഊരി വെക്കേണ്ടി വരും. ലോകത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും എന്നതിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇറാന്റെ നീക്കം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. കാരണം ഇറാൻ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഒറ്റ വാക്യമുള്ളൂ അവരെ പറ്റി പറയാൻ. പറഞ്ഞ വാക്കിലും പറഞ്ഞ നിലപാടിലും നിന്ന് അവര് പിന്മാറില്ല, അവർ വഴങ്ങില്ല എന്നുള്ളത്. എന്തായാലും അമേരിക്കയുടെ വിദേശ നയങ്ങളെയും സൈനിക ഇടപെടലുകളെയും രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് രംഗത്തെത്തിയതും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആഗോള ഊർജ്ജ സ്രോതസ്സുകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും വെനസ്വല, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾക്ക് പിന്നാലെ പ്രധാന ലക്ഷ്യം അവിടുത്തെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുക എന്നതുമാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, ഇറാന് അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണങ്ങളെ ചോദിക്കുക അല്ലെങ്കിൽ ഇറാന്റെ യുദ്ധത്തെ പറ്റി ചോദിക്കാൻ റഷ്യ രംഗത്തെത്തുമ്പോൾ അവിടെ മുട്ടിടിക്കുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. റഷ്യ രംഗത്തിറങ്ങി വലിയൊരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തായാലും അമേരിക്കയുടെ പൊടി പോലും കാണില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും അത്തരം നീക്കങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിൽ തന്നെയും റഷ്യയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പൊക്കെ അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ലോക ഊർജ്ജ വിപണിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ US ഏതറ്റം വരെയും പോകുമെന്ന് ലാവ്റോവ് ചൂണ്ടിക്കാട്ടി. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനോ ഭരണാധികാരികളെ ഇല്ലാതാക്കാനോ പോലും അമേരിക്ക മടിക്കില്ല എന്നും അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് പറയുകയാണ്. സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് അമേരിക്ക അധികാര രാഷ്ട്രീയമാണ് പ്രയോഗിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കിക്കുക, എത്ര വലിയ ആരോപണമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇറാന് റഷ്യ നൽകുന്ന പൂർണ്ണ പിന്തുണ എത്രത്തോളമാണ് എന്നുള്ളത്. എന്തായാലും റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി അമേരിക്കയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത്. അമേരിക്ക സ്വന്തം ക്ഷേമത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്നും പ്രകൃതി വിഭവങ്ങളുടെ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ അട്ടിമറികൾ, തട്ടിക്കൊണ്ടുപോകലുകൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ എന്നിങ്ങനെ ഏത് മാർഗത്തിലൂടെയും ഒതുക്കി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ തയ്യാറാകുമെന്നും ഈ റഷ്യൻ വിദേശകാര്യമന്ത്രി പറയുമ്പോൾ അവിടെ നമുക്ക് വെളിപ്പെടുന്ന രണ്ട് കാര്യമാണ്. നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ പോലും ഇത്തരം പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ മുട്ടുവിറപ്പിക്കുന്നതാണ്. എന്തായാലും റഷ്യ രംഗത്തുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനൊപ്പം ഏത് സമയത്തും എന്ത് കാര്യത്തിനും റഷ്യ ഉണ്ട്. ഒരു സമാധാന ചർച്ച റഷ്യ വഴി നടക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നതാണ് ഇപ്പോൾ അമേരിക്ക എന്തായാലും കരുതി വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും US ഇപ്പോൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചു വെക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആഗോള ഊർജ്ജ വിപണിയിൽ അമേരിക്ക ഒരു ആധിപത്യ സിദ്ധാന്തം പിന്തുടരുകയാണെന്നും പ്രധാന വിഭവങ്ങൾക്ക് മേൽ തങ്ങളുടെ നിയന്ത്രണം വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വാദിച്ചു. ഇത്തരമൊരു സമീപനം അന്താരാഷ്ട്ര നിയമങ്ങളെ തകർക്കുമെന്നും ആഗോള കാര്യങ്ങളിൽ സ്ഥാപിത നിയമങ്ങളെക്കാൾ ഉപരിയായിട്ട് കരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുന്നത് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഏറ്റുമുട്ടലിനേക്കാൾ ചർച്ചകൾക്ക് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് USന്റെ നയതന്ത്ര സമീപനത്തെയും മുതിർന്ന റഷ്യൻ നയതന്ത്രജ്ഞൻ വിമർശിച്ചു. കരാറുകളിൽ നിന്ന് US പിന്മാറുന്നതായിട്ട് അദ്ദേഹം കുറ്റപ്പെടുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ നയങ്ങളിൽ നിന്നാണ് പലപ്പോഴും പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ സംഘർഷം, യൂറോപ്പുമായിട്ടുള്ള ഊർജ്ജ തർക്കങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിശാലമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹം ഈ ഒരു വിഷയത്തെ ബന്ധിപ്പിച്ചു. റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഖ്യകക്ഷികളെ അമേരിക്ക പ്രേരിപ്പിക്കുന്നുവെന്നും കൊളോണിയൽ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന നയങ്ങളാണ് അവർ പിന്തുടരുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും US ഇറാൻ സംഘർഷം ലഘൂകരിക്കുന്നതായിട്ട് പാകിസ്ഥാനിൽ പുതിയ നയതന്ത്ര ശ്രമങ്ങൾ നടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ആരോപണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എത്രത്തോളമാണ് റഷ്യ ഇറാനെ അനുകൂലിക്കുന്നത് അല്ലെങ്കിൽ ഇറാനൊപ്പം നിൽക്കുന്നത് എന്ന്. എന്തായാലും ഇത്തരം നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ അമേരിക്ക ഒരുപാട്
ഒരുപാട് വിയർക്കേണ്ടി വരും. അമേരിക്ക ലോകത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും, അതിൽ സംശയവുമില്ല.